മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി തുടരുന്നതിനിടെ SYS നേതാവായ മുസ്തഫ മുണ്ടുപാറയുടെ പരാമർശം വലിയ വിവാദമാണ് കേരളത്തിൽ ആകെ ഉണ്ടാക്കിയത്. കേരളം വിഭജിക്കണമെന്ന ആവശ്യം ഉയർന്നാൽ തെറ്റുപറയാൻ കഴിയില്ലെന്നായിരുന്നു മുസ്തഫ മുണ്ടുപാറ പറഞ്ഞത്. മലബാറിലെയും തെക്കൻ കേരളത്തിലെയും +1 സീറ്റ് സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം. വിദ്യാഭ്യാസ രംഗത്ത് മലബാറിനോട് ഇപ്പോഴും അവഗണന തുടരുകയാണ്. അപ്പോൾ മലബാർ സംസ്ഥാനം വേണമെന്ന് ആരെങ്കിലും ആവശ്യം ഉന്നയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്ന് മുസ്തഫ മുണ്ടുപാറ പറഞ്ഞിരുന്നു. തെക്കൻ കേരളത്തിലുള്ളവരെ പോലെ തന്നെ നികുതി പണം കൊടുക്കുന്നവരാണ് മലബാറിലുള്ളതെന്നും അതിനാൽ ഇത്തരം അവഗണന ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു. അവഗണന തുടരുമ്പോഴാണ് വിഘടനവാദങ്ങളിലേക്ക് ചിലർ ഇറങ്ങുന്നതെന്നും മലബാർ സംസ്ഥാനം വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും മുസ്തഫ മുണ്ടുപാറ ചോദിച്ചു. വിഭവങ്ങൾ വീതം വെക്കുന്നതിൽ സർക്കാർ നീതി കാണിക്കുന്നില്ല. മോദി ചെയ്യുന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. സമസ്തയും പോഷക സംഘടനകളും സമരരംഗത്ത് ഇറങ്ങുന്നത് അപൂർവമാണ്. +1 സീറ്റ് വിഷയത്തിൽ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വിജയം കണ്ടേ പിന്മാറുമെന്നും വിഷയം ശിവൻകുട്ടി മാത്രം കൈകാര്യം ചെയ്താൽ പോരെന്നും മുഖ്യമന്ത്രിയും ഇടപെടണമെന്നും മുസ്തഫ മുണ്ടുപാറ പറഞ്ഞിരുന്നു. കോഴിക്കോട് RDC ഓഫീസിന് മുന്നിൽ SKS നടത്തിയ ധർണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ ഉന്നയിച്ചത്. വിഷയത്തിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളും പ്രക്ഷോഭം ശക്തമാക്കിയിരുന്നു. മലബാർ എന്നും തെക്കൻ കേരളം എന്നും രണ്ടായി ഈ അനീതി കാണുമ്പോ ഏതെങ്കിലും ഭാഗത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് മലബാറിന്റെ സംസ്ഥാനം വേണമെന്നൊരാവശ്യം ഉന്നയിക്കപ്പെട്ടാൽ അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. തെക്കൻ കേരളത്തിൽ കൊടുക്കുന്ന അതേ നികുതി പണം കൊടുക്കുന്നവരാണ് മലബാറിലെ ജനങ്ങളെങ്കിൽ തുല്യമായ വിഹിതം ഇവിടെ കിട്ടിയേ പറ്റിയ. അതൊരു വിഘടനവാദമാണെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. മലബാറിലോ സംസ്ഥാനം വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു മലബാർ സംസ്ഥാനം വന്നാൽ എന്താ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്? ഭരണാധികാരികൾ നീതി പാലിക്കാൻ തയ്യാറാകാതെ വരുമ്പോഴാണ് ഒരു രാജ്യം തകരുന്നത്. ഇന്ന് മോഡിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടത്തുന്നതും ഇത് തന്നെയാണ്. അതേസമയം മലബാർ സംസ്ഥാനം വേണമെന്ന സമസ്ത നേതാവ് മുസ്തഫ മുണ്ടുപാറയുടെ വിവാദ പരാമർശത്തിനെതിരെ കടുത്ത വിമർശനമായി CPM രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തെ വെട്ടിമുറിക്കണമെന്ന മുസ്തഫ മുണ്ടുപാറയുടെ നിലപാട് വിഘടനവാദമാണെന്നാണ് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പറഞ്ഞത്. മലയാളികളുടെ മാതൃഭൂമിയെ വെട്ടിമുറിക്കണമെന്ന വാദം ഞെട്ടിപ്പിക്കുന്നതാണ്. ഭൂരിപക്ഷ തീവ്ര വർഗീയ ശക്തികൾക്ക് രാജ്യത്തെ ധ്രുവീകരിക്കാനുള്ള ആയുധമാണ് ഈ വിഘടനവാദ പ്രസ്താവനയിലൂടെ നൽകുന്നതെന്നും EN മോഹൻദാസ് പറഞ്ഞു. കാശ്മീരിനെ 3ആയി വെട്ടിമുറിച്ച അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തെ വിഭജിക്കണമെന്ന വാദം ജനാധിപത്യ വിരുദ്ധമാണ്. ഇത്തരം ഭ്രാന്തൻ പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർത്തുന്ന നേതാക്കളെ നിയന്ത്രിക്കാൻ സമസ്ത നേതൃത്വം തയ്യാറാകണമെന്നതടക്കം സമസ്തയെ മൊത്തമായും വിമർശിച്ചുകൊണ്ടാണ് EN മോഹൻദാസ് ഇപ്പോൾ പരസ്യ പ്രതികരണം നടത്തിയിരിക്കുന്നത്. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാൻ ഇടയാക്കരുത്. ന്യൂനപക്ഷങ്ങളെ ആകെ വിഘടനവാദികളെന്ന് ആക്ഷേപിക്കുന്ന BJPയുടെ ആയുധത്തിന് മൂർച്ച കൂട്ടുന്ന പ്രസ്താവനയാണിതെന്നും മോഹൻദാസ് കൂട്ടിച്ചേർത്തു. മലയാളിയുടെ മാതൃഭൂമിയെ വെട്ടിമുറിക്കാൻ ആരെയും അനുവദിക്കില്ല. ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതിരോധം തീർക്കും. ഇത്തരം ഭ്രാന്തൻ മുദ്രാവാക്യം ഉയർത്തുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തണമെന്നും സമസ്ത നേതാവിന്റെ ഈ പ്രസ്താവനയോട് മുസ്ലിം ലീഗും UDF നേതൃത്വവും നിലപാട് വ്യക്തമാക്കണമെന്നും EN മോഹൻദാസ് പറഞ്ഞു. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയെ തുടർന്നാണ് വിവാദ പരാമർശവുമായി SYS നേതാവ് മുസ്തഫ മുണ്ടുപാറ രംഗത്തെത്തിയത്. എന്നാൽ ഇതിന് പിന്നാലെ വിവാദ പ്രസംഗത്തിൽ വിശദീകരണമായി SYS നേതാവ് മുസ്തഫ മുണ്ടുപാറ വന്നിട്ടുണ്ട്. കേരളത്തെ വെട്ടിമുറിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം വിശദമാക്കിയത്. വിഭവ വിതരണത്തിൽ തെക്കൻ കേരളവും മലബാറും തമ്മിലുള്ള അസമത്വമാണ് ചൂണ്ടിക്കാണിച്ചതെന്നും മുസ്തഫ മുണ്ടുപാറ ഫേസ്ബുക്ക് പേജിൽ പറഞ്ഞു. +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിലാണ് മലബാർ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശങ്ങൾ ഉണ്ടായത്. ഇതിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിമർശനം ശക്തമാക്കിയതോടെയാണ് വിശദീകരണവുമായി മുണ്ടുപാറ രംഗത്തെത്തിയത്. മലബാർ കേന്ദ്രീകരിച്ച് സംസ്ഥാനം വേണമെന്ന ആവശ്യം പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. അവർക്ക് ആക്കം കൂട്ടുന്ന വിധം +1 വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച സമീപനത്തിലെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. ഇതാണ് കേരള വിഭജനം വേണമെന്ന രീതിയിൽ ചിലർ തെറ്റിദ്ധരിപ്പിച്ചതെന്നും മുസ്തഫ മുണ്ടുപാറ കൂട്ടിച്ചേർത്തു.